ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അങ്ങ് കോർപ്പറേഷനുകൾ നേരിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പ്രാവശ്യം BJPയുടെ ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റാണ്, വിജയിക്കുമെന്ന് അങ്ങ് തന്നെ പറഞ്ഞതാണ്. പക്ഷേ അവിടെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്, ആത്മഹത്യ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? ഇല്ല, എനിക്ക് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, തിരുവനന്തപുരം എന്റെ ഫോക്കസ്, ബിക്കോസ് ഞാൻ അവിടെ മത്സരിച്ചതാണ് ലോക്സഭ. അപ്പൊ ഞാൻ അവിടെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, അവിടെ വികസനം കൊണ്ടുവരുന്നു. എനിക്ക് വികസനം കൊണ്ടുവരാൻ ഒരു അവസരം തന്നില്ല. അപ്പൊ ഇപ്പൊ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും പ്രതീക്ഷയും. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ എഫെക്ഷൻ ഉണ്ട് തിരുവനന്തപുരത്ത്. അതിൽ നോ ഡൗട്ട്, അതിൽ ഒരു സംശയമില്ല. തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 ഓപ്ഷനാണ് ജനങ്ങളുടെ മുമ്പിൽ. ഒന്ന് LDF തുടരുക, അവർക്കൊരു മറ്റൊരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ BJPക്ക് ഒരു ചാൻസ് കൊടുക്കുക. ഞാൻ അവിടെ ചോദിക്കുന്നത് എന്താണ്, ഇതുവരെ 45 കൊല്ലം ഭരിച്ചത് LDF അല്ലേ? എന്ത് നടന്നു? ഒന്നും നടന്നിട്ടില്ല. വിവാദത്തിൻ്റെ രാഷ്ട്രീയം അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊരു 5 കൊല്ലത്തിൻ്റെ അവസരം തരും. വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്തുള്ള BJPയുടെ ക്യാമ്പയിൻ ഞങ്ങൾക്ക് ഒരവസരം തരുമെന്നായിരുന്നു. ഈ അങ്ങയുടെ ഇപ്പോഴത്തെ മിക്കവാറും പ്രസംഗത്തിൽ കേൾക്കുന്നതും ഒരവസരം BJPക്ക് തരുമെന്നുള്ളതാണ്. ഇതിലൊരു സമാനത എന്താണ്? അല്ല, ഞാൻ അടൽജീൻ്റെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അടൽജിയിൽ നിന്ന് ഞാൻ രാഷ്ട്രീയം പഠിച്ച ആളാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, ജനങ്ങളോട് ചോദിക്കണമല്ലോ, ഒരു അവസരം തരുമെന്ന് ചോദിക്കണം. ഇതല്ലേ ഡെമോക്രസി, അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വിദ്വാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് തീരുമാനിക്കുന്നു അവർ തരും, ഞാൻ ജയിക്കും എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ തിരുവനന്തപുരം പിടിക്കുന്നു ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പിടിക്കാൻ പോകുന്നു. അത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് കൊണ്ടല്ല, എൻ്റെ രീതി അങ്ങനെയല്ല. അപ്പോൾ ഇല്ല, അതൊന്നും ഞാൻ പറയില്ല. അത് ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇതൊന്നും എനിക്കില്ല. അത് ജനങ്ങൾ തീരുമാനിക്കും. ഈ അവിടെ ശ്രദ്ധ തിരിക്കുന്ന 2 ഘടകങ്ങൾ തിരുവനന്തപുരത്ത്, ഒന്ന് ഒരു ആത്മഹത്യ, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്, അങ്ങ് പോയത്. രണ്ടാമത്തത് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി, അതിൽ അങ്ങയുടെ ഒപ്പമുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ആരോപണ വിധേയനാകുന്നു. ഈ 2 വിഷയത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? നോക്കൂ, ആനന്ദിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് ഞാൻ അന്ന് ആദ്യ ദിവസം മുതൽ പറഞ്ഞു. ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ആത്മഹത്യ ഒരു ചെറിയ കാര്യമൊന്നുമില്ല. ഒരു ആൾ തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ അത് വിഷമമുള്ള കാര്യമാണ്. കുടുംബത്തിന് വിഷമിക്കും, ഞങ്ങളെയും വിഷമിക്കും. അപ്പോൾ അത് ഞങ്ങളുടെ വീഴ്ചയായിട്ട് ആണോ എന്ന് ഞാൻ അത് അന്വേഷിക്കുന്നു. അന്ന് തന്നെ പറഞ്ഞു, ആദ്യ ദിവസം പറഞ്ഞു. അന്വേഷിച്ചു. മണ്ഡൽ ലെവലിൽ വന്ന പാനൽ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. നോക്കൂ, സംസ്ഥാന ലെവലിൽ ഞങ്ങളുടെ രീതി എന്താണ്? മണ്ഡലമാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ ടോപ്പ് ഡൗൺ പാർട്ടിയല്ല, ഞങ്ങൾ ബോട്ടം അപ്പ് പാർട്ടിയാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അപ്പോൾ മണ്ഡലം ലീഡർഷിപ്പ് തീരുമാനിക്കും. നമ്മളൊരു 10-20 പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ജനകീയമായ ഏറ്റവും വിന്നബിൾ കാൻഡിഡേറ്റാണ് അവർ ഒരു പാനലായിട്ട് മുകളിലേക്ക് അയക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൽ മണ്ഡൽ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഷോർട്ട് ലിസ്റ്റ് ഇവിടെ വന്നു. ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഒരു ഏറ്റവും വിന്നബിൾ കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചു. ആനന്ദിൻ്റെ പേര് അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതുമാത്രം അവിടെ പ്രാദേശിക തലത്തിലൊരു മിസ് മാനേജ്മെൻറ്റ് ഉണ്ടായിട്ടില്ലേ? കാരണം ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ പാടുണ്ടോ? കാരണം അദ്ദേഹം BJPയുടെ പ്രവർത്തകനായിരിക്കുന്ന ഒരാൾ, അയാൾ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിൽ പ്രാദേശിക നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ അങ്ങയ്ക്കിപ്പോൾ മുകളിൽ പറ്റില്ല, അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കൾക്ക് പറ്റില്ല, പക്ഷെ പ്രാദേശിക നേതാക്കൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണ്ടേ? ആത്മാർത്ഥമായ ജനകീയ ഒരു ആളായിരുന്നു അദ്ദേഹം, വ്യക്തിയായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയി, അവരെ കണ്ടു. ഞാൻ പറഞ്ഞു, നോക്കൂ, ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനിയിപ്പോൾ എലക്ഷൻ്റെ തിരക്കിൽ ഇത് മിസ്സായിപ്പോയോ, അങ്ങനെയാണോ? അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കറക്ഷൻ എല്ലാം ചെയ്യും. അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു തിരുത്തൽ. കറക്റ്റാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.